അത് MESന്റെ സംസ്ഥാന ട്രഷറർ ഓഫീസറാണ്. സ്റ്റേറ്റ് ട്രഷറാണ്. രണ്ട് വിഷയങ്ങളാണ് എന്ത് കുട്ടികളെ കിട്ടാനില്ല, സാമ്പത്തികം ഇന്ന് വിദേശത്ത് പോയി പഠിക്കാൻ. ഈ പ്രതിസന്ധിക്ക് ഇനി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം ഇനി NS കൊടുക്കാൻ പാടില്ല, ഇനി NS കൊടുക്കാൻ പാടില്ല. പുതിയ കോഴ്സുകൾ കോളേജുകളിൽ NS കൊടുക്കാൻ പാടില്ല. നിലവിലെ കോളേജിൽ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ മെഡിക്കൽ കോളേജിൽ വരുന്നു സാർ, 150 സീറ്റ് 250 300 കൊടുക്കുക, ഒരു നിയന്ത്രണമില്ലാതെ. അപ്പൊ മെഡിക്കൽ കോളേജ് വരാൻ സംഭവം. പക്ഷേ സാധാരണ കുട്ടികൾ പഠിക്കാൻ പ്രയാസമുണ്ട്. ഇവിടെ എയ്ഡഡ് മേഖലയിൽ ഒരു കോഴ്സ് കൊടുക്കുന്നില്ല. എയ്ഡഡ് ഒരു കോഴ്സ് കൊടുക്കില്ല, കൊടുത്തിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് കോഴ്സുകൾ, ന്യൂജൻ കോഴ്സ്. കുട്ടികൾ വിദേശത്ത് പോകണം, എന്തുകൊണ്ട് കൊടുക്കുന്ന ചോദ്യം. 10 വർഷമായി സാർ. NAC അക്രഡിറ്റേഷൻ A++ ഉള്ള കോളേജുകളുണ്ട്, ഒരുപാട് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത കോളേജ് ഒരു കോഴ്സ് കൊടുക്കുന്നില്ല. അപ്പൊ സാധാരണ കുട്ടികൾ എന്ത് ചെയ്യും? പുറത്തുപോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യം. അവർക്ക് ആശയിക്കുന്ന ഒരേ മേഖല. മലപ്പുറം ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് സാർ, ഗവൺമെന്റ് കോളേജ്. കേരളത്തിലെ ഇത്ര വിദ്യാഭ്യാസം, ഇത്ര കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ എഞ്ചിനീയറിംഗ് കോളേജില്ല. രാജ് കോളേജാണ്, ആന്റണി എന്ന കോളേജാണ്. അത് വളരെ കൃത്യമായി MES ഏറ്റവും കൂടുതൽ ഫുൾ 100% നടത്തുന്നത്. രണ്ടാമത്തെ കോളേജ് സാർ യൂണിവേഴ്സിറ്റി മാത്രമാണ്. MES ഓട്ടോണമസ് കോളേജ് 4 ഓട്ടോണമസ് കോളേജ്. പക്ഷേ വേറെ വിഷയം സാർ, ഗവൺമെന്റ് പോളിസി പറഞ്ഞു, ഈ ഗവൺമെന്റ് പറഞ്ഞ പോളിസി സെൽഫ് ഫിനാൻസ് കോളേജുകൾ എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസ് കോഴ്സ് കൊടുക്കാൻ പാടില്ലെന്നാണ്. പക്ഷെ 100-150 ഏക്കർ സ്ഥലത്ത് അവിടെ സെൽഫ് ഫിനാൻസ് കോളേജ് കൊടുക്കണം സാർ. ഒരുപാട് എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കോളേജ് കൊടുത്താൽ അതിന് എയ്ഡഡ് കോളേജിന്റെ കുട്ടികൾ, സാധാരണ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ കഴിയും, ഒരുപാട് സൗകര്യം ചെയ്യാൻ കഴിയും. MES പോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ഡിസ്കൗണ്ട് ചെയ്ത് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റും, സൗജന്യ വിദ്യാഭ്യാസം നോക്കാൻ പറ്റും. അതുകൂടി പറയുന്നത് എയ്ഡഡ് മേഖലയിൽ സെൽഫ് ഫിനാൻസ് കോളേജ് കൊടുക്കണം, കോഴ്സുകൾ കൊടുക്കണം സാർ. ഗവൺമെന്റ് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല, ഗവൺമെന്റ് കോളേജ് സാർ ഒരു കോളേജാണ് പരിമിതമായ കോഴ്സുകൾ അനുവദിച്ചത്. മലപ്പുറം ജില്ലയിൽ തന്നെ പൊന്നാനി, അതുപോലെ തന്നെ വേറൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പഠിക്കുന്നത്. പിന്നെ ന്യൂജൻ കോഴ്സുകൾ സാർ, CP സാർ അത് സംസാരിക്കുന്നത്.